നമസ്കാരം. സമയം മലയാളത്തിലേക്ക് എല്ലാ കായിക പ്രേമികൾക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ എക്കാലത്തെയും മികച്ച പേസ് ഓൾറൗണ്ടർമാരെ പരിഗണിച്ചാൽ അതിൽ മുൻപന്തിയിലുള്ള പേരുകളിലൊന്നാണ് ഹർദിക് പാണ്ഡ്യ. ബാറ്റ് കൊണ്ടും പന്തുകൊണ്ടും തകർപ്പൻ ഫീൽഡിംഗ് കൊണ്ടും മത്സരത്തിൻ്റെ ഗതി മാറ്റാൻ കഴിവുള്ള താരം. ഏത് സാഹചര്യത്തിലും ക്യാപ്റ്റനെ വിശ്വസിച്ച് പന്തേൽപ്പിക്കാൻ പറ്റുന്ന ഒരു താരമാണ് ഹർദിക് പാണ്ഡ്യ. അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് മികവിൽ ഇന്ത്യ ജയിച്ചു കയറിയത് T20 ലോകകപ്പ് അടക്കമാണ്. ഇത്തരത്തിൽ എല്ലാ തരത്തിലും മാച്ച് വിന്നറായി മാറിയ ഹർദിക് പാണ്ഡ്യ പക്ഷേ സമീപകാലത്തായി ഏറ്റവും നിർഭാഗ്യവാനായ താരങ്ങളിൽ ഒരാളായാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയർ എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യം ഇന്ന് പ്രസക്തമായി നിലനിൽക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ രോഹിത് ശർമ്മയ്ക്ക് ശേഷം ക്യാപ്റ്റനാവേണ്ടിയിരുന്ന താരമാണ് ഹർദിക് പാണ്ഡ്യ. അന്ന് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്ന ഹർദിക് രോഹിത്തിൻ്റെ പടിയിറക്കത്തോടെ ഇന്ത്യയുടെ നായകസ്ഥാനത്തേക്ക് എത്തുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. എന്നാൽ ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയോടെ എല്ലാം മാറി പറഞ്ഞു. ഹർദിക് പാണ്ഡ്യ തടയപ്പെട്ടപ്പോൾ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വളർന്നു വന്നു. സൂര്യകുമാർ യാദവിന് കീഴിൽ T20 പരമ്പരകൾ തോൽക്കാത്ത ടീമായി ഇന്ത്യ മുന്നോട്ട് പോവുകയും T20 ലോകകപ്പ് കിരീടം നേടിയെടുക്കുകയും ചെയ്തതോടെ ഹർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റനെ എല്ലാവരും മറന്നു. ഇതിനുശേഷം IPLലേക്ക് വരുമ്പോഴും അദ്ദേഹത്തെ വിധി വേട്ടയാടിയിരിക്കുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പം പ്രഥമ സീസണിൽ കിരീടം, രണ്ടാം സീസണിൽ ഫൈനലിൽ കളിച്ച് റണ്ണേഴ്സ് അപ്പായി. ഇതിനുശേഷമാണ് മുംബൈ ഇന്ത്യൻസിലേക്ക് ഹർദിക്കിൻ്റെ കൂടുമാറ്റം. പഴയ ടീം നായകസ്ഥാനം അടക്കം നൽകി ഹർദിക്കിനെ വിളിച്ചപ്പോൾ അദ്ദേഹം മറ്റൊന്നും ചിന്തിക്കാതെ ആ കൂടുമാറ്റത്തിന് തയ്യാറായി. പക്ഷേ ഇപ്പോൾ മുംബൈ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഹർദിക് പാണ്ഡ്യ എത്തി നിൽക്കുകയാണ്. പിന്തുണയില്ലാതെ, സഹതാരങ്ങളുടെ അംഗീകാരമില്ലാത്തവനായി ഹർദിക് പാണ്ഡ്യ ഇന്ന് മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനെതിരെയും ജീവിതശൈലിക്കെതിരെയും വലിയ വിമർശനം ഉന്നയിക്കുന്ന വലിയൊരു വക ആരാധകരുണ്ട്. പക്ഷേ ഈ വിമർശനം ഉന്നയിക്കുന്നവർ പോലും ഹർദിക്കിൻ്റെ പ്രകടന മികവിനെ അംഗീകരിക്കാതിരിക്കുന്നില്ല. കാരണം അത്രത്തോളം ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ കഴിവുള്ള താരമാണ് ഹർദിക് പാണ്ഡ്യ. ഹർദിക് പാണ്ഡ്യയ്ക്ക് എവിടെയാണ് കരിയറിൽ പിഴച്ചതെന്നത് പ്രസക്തമായ ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിലെ ചില പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തരമൊരു തിരിച്ചടികൾക്ക് കാരണമെന്ന് തന്നെ പറയാം. ഒരു കാലത്ത് ഹർദിക് പാണ്ഡ്യയ്ക്ക് വലിയ ആരാധക പിന്തുണ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആഡംബര ജീവിതം ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ വില്ലനാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പറയാം. സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിന്ന താരങ്ങളിൽ ഒരാളാണ് ഹർദിക് പാണ്ഡ്യ. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റിൽ പൊരുതി ജയിച്ച് മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം നന്നായി ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. ആഡംബര വാച്ചുകളോടും കാറുകളോടും പ്രിയമുള്ള ഹർദിക്കിൻ്റെ ജീവിതശൈലിയിൽ പലർക്കും അസൂയുണ്ടെന്ന് പറഞ്ഞാലും അത് തെറ്റാകില്ല. ഹർദിക് പാണ്ഡ്യയുടെ കുടുംബജീവിതത്തിലെ താളപ്പിഴകളും അദ്ദേഹത്തിൻ്റെ കരിയറിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. സെർബിയൻ മോഡലായ നടാഷ സ്റ്റാൻകോവിച്ചിനെയാണ് ഹർദിക് പാണ്ഡ്യ വിവാഹം ചെയ്തിരുന്നത്. ഇവർക്ക് ഒരു കുഞ്ഞുമുണ്ടായിരുന്നു. എന്നാൽ നടാഷ സ്റ്റാൻകോവിച്ചുമായുള്ള പ്രണയബന്ധം തകർന്നതിന് ശേഷം ഹർദിക് പാണ്ഡ്യയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. അതിനുശേഷം മഹിക ശർമ്മയുമായി അദ്ദേഹം പ്രണയത്തിലാവുകയും ഇപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയുമാണെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. എന്തായാലും ഈ കുടുംബബന്ധത്തിലെ ഒരു താളപ്പുഴ അദ്ദേഹത്തിൻ്റെ സഹോദരനുമായുള്ള ബന്ധത്തെയും ബാധിച്ചിരുന്നു. മുംബൈ ഇന്ത്യൻസും RCBയും തമ്മിലുള്ള മത്സരത്തിനിടെ കൃണാൽ പാണ്ഡ്യ ഹർദിക് പാണ്ഡ്യയ്ക്ക് കൈകൊടുക്കാൻ വിസമ്മതിച്ച അടക്കം വലിയ വാർത്തയായി വിവാദമായി മാറിയിരുന്നു. കാരണം ഹർദിക് പാണ്ഡ്യയും കൃണാൽ പാണ്ഡ്യയും ഒരുമിച്ച് കളിച്ച് വളർന്നു വന്ന ചേട്ടനും അനിയനുമാണ്. പക്ഷേ ഇപ്പോൾ ഇരുവർക്കുമിടയിൽ ആ പഴയ ആത്മബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇരുവരും തമ്മിൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളടക്കം പ്രചരിക്കുകയാണ്. ഇതെല്ലാം ഹർദിക്കിൻ്റെ കളിയെയും അദ്ദേഹത്തിൻ്റെ കരിയറിനെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഹർദിക് പാണ്ഡ്യയെ ഈ സീസണോടുകൂടി മുംബൈ കൈവിടും എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഹർദിക് പാണ്ഡ്യയ്ക്ക് പുതിയൊരു ടീമിലേക്ക് എത്തുക പ്രയാസമുള്ള കാര്യമായിരിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രകടന മികവ് നോക്കുമ്പോൾ ടീമിലേക്ക് എത്തിക്കാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാകും. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഇനി എത്തുക ഹർദിക്കിന് അത്ര എളുപ്പമായിരിക്കില്ല. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ഡൽഹി ക്യാപിറ്റൽസ്, ലക്നൗ സൂപ്പർ ജയൻസ് തുടങ്ങിയ ടീമുകളെല്ലാം ക്യാപ്റ്റനെ തേടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹർദിക്കിനെ ചിലപ്പോൾ പരിഗണിച്ചേക്കാം. പക്ഷേ സഹതാരങ്ങൾക്ക് സ്വീകാര്യനായ ഒരു ക്യാപ്റ്റൻ അല്ല ഹർദിക് പാണ്ഡ്യ എന്നാണ് ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ കരിയറിലൂടെയും പ്രകടനത്തിലൂടെയും വ്യക്തമാകുന്നത്. കാരണം മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകർ മുംബൈയിലെ വാങ്കഡ സ്റ്റേഡിയത്തിൽ അവരുടെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനെ കൂവിയത് അത്തരമൊരു സംഭവം ഉണ്ടായത് ഹർദിക് പാണ്ഡ്യ നായകനായിരുന്നപ്പോൾ മാത്രമാണ്. അതിന് പിന്നിൽ രോഹിത് ശർമ്മയെ മാറ്റി ഹർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായതിൻ്റെ സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ സഹതാരങ്ങൾക്ക് അത്ര സ്വീകാര്യനായിട്ടും ആരാധകർക്കും അത്ര സ്വീകാര്യനായിട്ട് മാറാൻ ഹർദിക്കിന് കരിയറിൽ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് പറയാം. ഇന്ത്യൻ ടീമിലടക്കം ഹർദിക്കിന് ഇത്തരമൊരു സ്ഥാനം, അതായത് എല്ലാവർക്കും അംഗീകരിക്കപ്പെടുന്ന ഒരു താരമെന്ന നിലയിലേക്കുള്ള സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ക്രിക്കറ്റിൽ പൊതുവെയുള്ളൊരു വിലയിരുത്തലായിട്ട് വരുന്നത്. എന്തായാലും
ഹാർദിക്കിനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല. എന്താകും അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കം എന്നുള്ളത് കാത്തിരുന്ന് നമുക്ക് കണ്ടറിയാം. ഹാർദിക്കിനെ പോലെ ഇത്രയും മികവുള്ള പേസ് ഓൾറൗണ്ടർമാരെ സൃഷ്ടിച്ചെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഹാർദിക്കിന് ഇനിയും വലിയ ഭാവി തന്നെയുണ്ട്. പക്ഷേ പരിക്ക് അദ്ദേഹത്തെ തളർത്തുന്നുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് പഴയ ഫോമിലേക്ക്, പഴയ മാച്ച് വിന്നറായി ഹാർദിക് പാണ്ഡ്യയ്ക്ക് വരാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.